ഇവിടെ ഇതോടൊപ്പം ഈ ഭക്ഷണം പ്രധാനമായ എയർ ഡ്രോപ്പ് വഴിയൊക്കെയാണല്ലോ ഇപ്പോൾ UN ഏജൻസികളൊക്കെ എത്തിക്കുന്നത്. അത് കരമാർഗം എത്തിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. അതൊരിക്കലും സാധ്യമാകില്ല, അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലിന്റെ ഒരു നിലപാട്. തീർച്ചയായിട്ടും. കാരണം തങ്ങളുടേതായിട്ടുള്ള പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഒരു ഭക്ഷ്യ വിതരണം, സഹായ വിതരണം മാത്രമേ അനുവദിക്കൂ എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 8ഓളം രാജ്യങ്ങൾക്ക്, ചില യൂറോപ്യൻ രാജ്യങ്ങളും ഇതിൽ ഉൾപ്പെടും, അവർക്ക് വളരെ പരിമിതമായ സ്വഭാവത്തിൽ ഭക്ഷ്യവസ്തുക്കൾ, ഭക്ഷ്യ പാക്കറ്റുകൾ എയർ ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു അനുമതി നൽകിയിരുന്നു. അങ്ങനെ ചില രാജ്യങ്ങൾ ഇന്നലെയും ഇന്നുമൊക്കെ ഭക്ഷ്യവസ്തുക്കൾ എയർ ഡ്രോപ്പ് ചെയ്തു. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ, ഈ ഭക്ഷ്യവസ്തുക്കൾ വീണ് അത് ശരീരത്തിലേറ്റ പരിക്കുകളോടെ ചിലർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. അതുമാത്രമല്ല, ഈ ഭക്ഷ്യവസ്തുക്കൾ വേണ്ട രീതിയിൽ ആളുകളിലേക്ക്, ഈ ഗുണഭോക്താക്കളിലേക്ക് എത്തിപ്പെടാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിസന്ധി, അല്ലെങ്കിൽ പട്ടിണി പിടിമുറുക്കുന്ന ഗസയെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാവരിലേക്കും ഈ ഭക്ഷ്യവസ്തുക്കൾ, സഹായം, മരുന്ന്, വെള്ളം എന്നിവ എത്തിക്കാനുള്ള ഏറ്റവും മികച്ച ഒരു വിതരണ സംവിധാനമാണ് ആവശ്യമായി വന്നിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് രൂപം നൽകിയിരിക്കുന്ന ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന് ചുവടെ നടക്കുന്ന വളരെ അപകടകരമായിട്ടുള്ള ഒരു ഭക്ഷ്യ വിതരണ സംവിധാനം തന്നെയാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പകരം, എയർ ഡ്രോപ്പിന് പകരം എല്ലാ അതിർത്തികളിലൂടെയും ഏറ്റവും ചുരുങ്ങിയത് നിത്യം 600 ട്രക്കുകളെങ്കിലും സഹായ വസ്തുക്കൾ ഗസയിലേക്ക് വന്നെങ്കിൽ മാത്രമേ നിലവിലുള്ള ഈ പട്ടിണിയുടെ പ്രതിസന്ധി മറികടക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അതോടൊപ്പം തന്നെയാണ് ആക്രമണം വിപുലപ്പെടുത്താനുള്ള ഒരു തീരുമാനം കൂടി ഇസ്രായേൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഗസ സിറ്റിയിൽ നിന്ന് 10,000ങ്ങളോട് എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള നിർദ്ദേശം ഇസ്രായേൽ പുറപ്പെടുവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വലിയ തോതിലുള്ള ഗസ സിറ്റി എന്നത് ഏറ്റവും ജനസാന്ദ്രത ഒരു പ്രദേശം കൂടിയാണ്. അവിടെ നിന്ന് ആളുകളെ പൂർണ്ണമായിട്ടും തെക്കൻ ഗസയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് മാറ്റുകയെന്ന നേരത്തെയുള്ള ആ പദ്ധതിയിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും 10,000ങ്ങൾ കൂടി കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത്തരമൊരു ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയെ എങ്ങനെയാണ് നേരിടണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് UN പോലുള്ള ഏജൻസികൾ, അതോടൊപ്പം തന്നെ അറബ് ലീഗും യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇതിൽ പ്രതിഷേധം അറിയിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇസ്രായേലിനെ ഈ ഒരു ഏറ്റവും അപകടകരമായിട്ടുള്ള ഈ ഒരു ആക്രമണ പദ്ധതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു തീരുമാനം ഇനിയും ഈ രാജ്യങ്ങൾക്ക് കൈക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല, അമേരിക്ക പരോക്ഷമായിട്ടാണെങ്കിലും ഇസ്രായേലിന്റെ ഈ പുതിയ സൈനിക പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അതിന്റെ അർത്ഥം ഇസ്രായേലും അമേരിക്കയും ചേർന്നുകൊണ്ട് ഈ വംശഹത്യ പദ്ധതി അതിന്റെ ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവരും പേടിച്ചതുപോലെ 10,000ങ്ങളുടെ ജീവനാശത്തിലേക്കും അതിക്രൂരമായിട്ടുള്ള ഒരു വംശഹത്യ പദ്ധതിയിലേക്കും തന്നെയായിരിക്കും കാര്യങ്ങൾ ചെന്നെത്തിക്കുക. ദിവ്യ, ഇവിടെ നമുക്കറിയാം, ഒരു നേരത്തെ ഭക്ഷണം പോലും അവിടെയുള്ള കുട്ടികൾക്ക് കിട്ടുന്നില്ല, ശുദ്ധജലമില്ല, അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ, ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഒക്കെ അവിടെയുള്ള ആളുകൾക്ക് നേരിടുന്നുണ്ടാകും. അവിടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ, ആശുപത്രി സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ദിവ്യ, ഇതിന്റെ അവസ്ഥയും ഏറ്റവും ദാരുണമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, ഏതാണ്ട് 36ഓളം ആശുപത്രികളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളുമായിരുന്നു ഗസയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ചികിത്സയ്ക്ക് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കുറ്റമറ്റ രീതിയിൽ ചികിത്സ ലഭ്യമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ 2023 ഒക്ടോബർ 7 ഈ ഒരു ആക്രമണ പരമ്പരകൾക്ക് ശേഷം നിലവിലുള്ള ഒരു അവസ്ഥയിൽ ഏതാണ്ട് 10 ആശുപത്രികൾ പോലും ഭാഗികമായി പോലും പ്രവർത്തിക്കാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഈ ആശുപത്രികൾ പലതും ബോംബിട്ട് തകർക്കുകയും ആക്രമണം നടത്തി അവിടെ നിന്ന് രോഗികളെ അടക്കം പുറന്തള്ളുകയും ചെയ്ത ഒരു സമീപനമായിരുന്നു പിന്നിട്ട മാസങ്ങളിലൊക്കെ ലോകം സാക്ഷിയായത്. പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെയും ആ അർത്ഥത്തിൽ അടച്ചുപൂട്ടിയതിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. ഇനിയിപ്പോ ആക്രമണം കൂടി വിപുലപ്പെടുകയാണെങ്കിൽ ഈ പരിക്കേറ്റവർക്ക് ഒരു ഏറ്റവും പരിമിതമായിട്ടുള്ള ഒരു ചികിത്സ പോലും നൽകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഗസയിലെ ആരോഗ്യ കേന്ദ്രം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ UN ഏജൻസികളൊക്കെ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഗസയിലെ ആരോഗ്യ സംവിധാനങ്ങൾ, ആരോഗ്യ നെറ്റ്വർക്ക് എന്ന ആ സംവിധാനം പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. കാരണം ഇന്ധനമില്ല, അതോടൊപ്പം തന്നെ മെഡിക്കൽ ഉപകരണങ്ങളില്ല, മരുന്നില്ല, നിരവധി ഡോക്ടർമാരും ജീവനക്കാരും കൊല്ലപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ വൈദ്യ പരിചരണം എന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇതിന് പോലും നിയോഗിക്കാൻ ആളില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ സിവിൽ ഡിഫൻസിന് നേരെ നടന്ന നിരവധി ആക്രമണങ്ങളിലൂടെ 100 കണക്കിന് ജീവനക്കാരാണ് കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് ആക്രമണം നടന്നാൽ പോലും അവിടേക്ക് പാഞ്ഞെത്താനോ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും സാധിക്കാത്തൊരവസ്ഥയിൽ ഈ തകർന്ന കെട്ടിടങ്ങൾക്ക് അതിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലും കുടുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ട നിരവധി മനുഷ്യരാണുള്ളത്. അപ്പൊ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം 61,000-ത്തിലധികം പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഒരു 15,000
പേരെങ്കിലും ഈ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും പിന്നെ അവരുടെ മൃതദേഹങ്ങൾ കൂടി കണക്ക് കൂട്ടുമ്പോൾ ഈ ഒരു 22 മാസത്തിനുള്ളിൽ 3.25 ലക്ഷത്തിനും പുറത്തായിട്ട് ഈ മരണസംഖ്യ ഉയർന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ആധികാരികമായി തന്നെ UN ഉൾപ്പെടെയുള്ള ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ പുതിയ സൈനിക പദ്ധതിയും കൂടി അതിന്റെ പ്രയോഗവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, കാരണം നാളെ മുതലാണ് 10,000-കണക്കിന് റിസർവ് സൈനികരെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൂടി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിവിലിയൻ കുരുതി എന്നത് അതിന്റെ ഏറ്റവും ഭീതിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് തന്നെ പോകുമെന്ന ആശങ്കയാണ് UN-ഉം വൻശക്തി രാജ്യങ്ങളും അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒക്കെ ഒരേപോലെ പങ്കുവെക്കുന്നത്. ദിവ്യ, യെസ്, ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു ക്രൂരത ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ആയുധം എന്ന് പറയുന്നത് വിശപ്പാണ്, പട്ടിണിയാണ്. ഓരോ ദിവസവും പട്ടിണി മൂലം ഭക്ഷണം കിട്ടാതെ കുട്ടികളടക്കമുള്ളവരാണ് പിടഞ്ഞു മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗസയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 11 പേർ കൂടി മരണപ്പെട്ടു എന്ന സങ്കടകരമായ വാർത്തയാണ്. ഓരോ ദിവസവും ആ മരണസംഖ്യ ഉയരുന്നതാണ് കാണാൻ കഴിയുന്നത്. വിവരങ്ങളാണ് MC നാസ നൽകിയത്.